ഹലോ, ഇന്ന് പാർട്ട് 4 ആയിട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ബ്രൈഡ് ട്യൂബിൻ്റെ ഗ്രൂം ട്യൂബിൻ്റെതും അതുപോലെ തന്നെ സേവ് ദ ഡേറ്റിനൊക്കെ വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇത് കല്യാണത്തിൻ്റെ തലേന്നാണ് കേട്ടോ. തലേന്ന് അത് കാരണം പന്തലൊന്നും നമ്മൾ വീട്ടിലധികം നീട്ടുന്നില്ല. കാരണം വീട്ടിലല്ലേ നമ്മൾ കല്യാണം, ഹാളിൽ വെച്ചിട്ടാണല്ലോ കല്യാണം. അപ്പോൾ വീട്ടിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. തലേന്ന് രാത്രി മാത്രം കുറച്ച് ചെറിയ നമ്മൾ വീട്ടുകാർ മാത്രമുള്ള ഫംഗ്ഷനാണ്. വീട്ടുകാർ മാത്രമുള്ള ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം ഉച്ചക്ക് നമ്മളെ കല്യാണം രാത്രിയാണ്. ഉച്ചക്ക് നമുക്ക് ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോകാനുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും കല്യാണം. അവിടുന്ന് ഉച്ചയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് നമ്മുടെ കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തലേന്നും ഉച്ചക്കും പിന്നെ രാത്രി ഒക്കെ കൂടി വെറുതെ അങ്ങനെ അധികം ഫംഗ്ഷൻ വേണ്ടല്ലോ വിചാരിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ കുടുംബക്കാർ മാത്രമാണ് തലേന്ന് കൂടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു പന്തൽ ഒരു ഷീറ്റ് വലിച്ച് കെട്ടിയെന്നേ ഉള്ളൂ കേട്ടോ, വലിയ സംഭവം ഒന്നാക്കിയിട്ടില്ല. അപ്പം ഞാൻ വെള്ളിയാഴ്ച തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഓൻ്റെ റൂമാണ് കേട്ടത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. ടോയ്ലറ്റൊക്കെ നമുക്ക് പുറത്തുനിന്ന്, റൂമിൽ നിന്ന് ടോയ്ലറ്റ് ഇല്ലായിരുന്നു കേട്ടോ, പുറത്തുനിന്നായിരുന്നു, ഡൈനിങ് ഹാളിൽ നിന്നായിരുന്നു ബാത്റൂമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വീടിൻ്റെ പണ്ടുണ്ടാക്കിയ വീടല്ലേ, അപ്പം അങ്ങനെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് ഡൈനിങ് ഹാളിൽ മാറ്റിയിട്ട് അവൻ്റെ റൂമിലേക്കാക്കിയിട്ട് സെറ്റാക്കിയതാണ് കേട്ടോ. അതപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണേ. ലൈറ്റ് ഇട്ടതിന് ശേഷം വീഡിയോ എടുത്ത് ലൈറ്റ് ഇല്ലാതെ ആദ്യം എടുത്തതുകൊണ്ട് പിന്നെ ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാക്കണം കേട്ടോ. അപ്പം ടോയ്ലറ്റ് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയായിരുന്നു, ഡൈനിങ് ഹാളിൽ നിന്നായിരുന്നു ആദ്യം, ആ സൈഡ് ഭാഗത്തായിരുന്നു കട്ട് ചെയ്തിട്ടായിരുന്നു അവിടെ ആയിരുന്നു ഡോറ് വരുന്നത്. അപ്പം ഇപ്പം ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ റൂം. ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട്, ഒന്ന് അലമാരൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ലാസ്റ്റ് രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കിയിരിക്കുകയാണ്. അപ്പോൾ താത്തയും കൂടി വരണം, താത്തയും കൂടി വന്നിട്ട് വേണം ഒന്ന് അലമാരൊക്കെ ഒന്നിട്ട് ഒഴിച്ചിട്ട് ഒക്കെ ക്ലീനാക്കി മടക്കി വെക്കാൻ കേട്ടോ. അപ്പം പിന്നെ നോക്കണം ഈവനിങ് സമയമായപ്പോൾ ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയി. കാരണം ഡ്രസ്സൊന്നും അധികം എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ച് പോകാമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഇനിയും അതിലോട്ട് എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഹസ്ബൻഡിൻ്റെ കാക്ക വന്ന് കൂട്ടി കാൻ്റെ കൂടെ പോയിട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഒക്കെ എടുത്ത് കാറിൽ കയറ്റി വന്നപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. ബേബിനെ എൻ്റെ വീട്ടിൽ തന്നെ വെച്ചിട്ടായിരുന്നു പോയത്. ഇനി വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തുടങ്ങാൻ കേട്ടോ. കാര്യങ്ങൾ മീൻസ് പിന്നെ ഡ്രസ്സും ഒക്കെ എടുത്ത് വെക്കാൻ, ബ്രൈഡിനുള്ള ഡ്രസ്സും ഒക്കെ വേണമല്ലോ നമ്മൾ സെറ്റാക്കി വെക്കാൻ. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി കൊണ്ടുപോയി കൊടുക്കുന്നില്ല. നമുക്കൊരു പൂതി, ഞങ്ങൾക്ക് ഒരു ആങ്ങളല്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് മാത്രം ചെയ്യിച്ചാൽ മതി, മേക്കപ്പും കാര്യങ്ങളൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഡ്രസ്സ് ചെയ്ത് മാത്രം മതി കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. തലേന്നാണ് കേട്ടോ സംഭവം. അപ്പോൾ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ പോകുന്നുണ്ട് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പാർട്സ് എവിടെന്നെങ്കിലൊക്കെ എടുത്ത് ജസ്റ്റ് ഫോൺ കയ്യിൽ കിട്ടുമ്പോൾ മാത്രം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഇതൊന്നും ഫുള്ളായിട്ടൊന്നും സംഭവങ്ങളൊന്നും ഞാൻ ആരൊക്കെ വരുന്ന് പോകുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം അതിനുള്ള സമയം കിട്ടില്ല, അതിൻ്റെ സമയവും കിട്ടില്ല. ബേബിയും ഉണ്ട്, പിന്നെ മോനാണെങ്കിൽ ഫോണിൽ കാണും, അങ്ങനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. താത്തയൊക്കെ വന്ന് കേട്ടോ, താത്തയൊക്കെ വന്ന് ഇനിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. പിന്നെ കുറേ കഥം പറഞ്ഞ് ഇങ്ങനെ കുത്തിരിക്കുകയാണ്. കഥ ഇങ്ങനെ പറയാനുണ്ടാകുമല്ലോ, അതിനെ അങ്ങോട്ട് ആക്കാനും കുറേ ക്ലീനിങ്ങും അതോ ഇതൊക്കെ ഉണ്ടാകില്ല. പിന്നെ വരുന്നവരെ സ്വീകരിക്കുകയും ഒക്കെ വേണമല്ലോ. പിന്നെ താത്തൻ്റെ വീട്ടിൽ നിന്ന് കുറേ ആൾക്കാർക്ക് വന്നിട്ടുണ്ടോ, കുറേ താത്തൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടന്മാരും ഓളുമാരും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മന്തി മേടിച്ചു, മന്തിയും അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോവാണ്, അവർ വന്ന് പോവാണ്. ഇനി വേണം ഫുഡ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സിലോട്ട് കിടക്കാൻ. അപ്പോൾ അതാകണ കാക്ക മഹറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഹർ ചെയ്യിക്കാൻ കൊടുത്തത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ചെയിനും അതുപോലെ തന്നെ സെക്കൻഡ് ചെയിനും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റിന് ബ്രേസ്ലെറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രേസ്ലെറ്റും ചെറിയൊരു ചെയിനും വലിയൊരു ചെയിനുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മഹറായിട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്.
പിന്നെ നോക്കണ നമ്മളെ പണിയിലോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനക്കും കിടക്കണം കുറേ ലൈറ്റായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ താത്തൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയപ്പോഴേക്കും കുറേ ലൈറ്റായിരുന്നു. പിന്നെ അവനക്കും ഒന്ന് ഉറങ്ങണം. അവനൊക്കെ എത്രയോ ദിവസമായി ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് കുറേ ദിവസമായി. പിന്നെ ഇതാക്കണ അവർക്ക് കൊടുക്കേണ്ട ഡ്രസ്സ് അവർക്ക് ഉമ്മക്ക് അതുപോലെ തന്നെ ഉപ്പാക്ക് ഉപ്പൻ്റെ ഉമ്മക്ക് അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങല്ലോ നമ്മൾ. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. കാരണം അവർക്ക് എടുക്കാവുന്ന രൂപത്തിൽ അവർക്ക് ഏതൊക്കെയാണ് ആരുടേതൊക്കെയാണെന്നൊക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയും വേണമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെക്കണം കേട്ടോ. എല്ലാം ഒന്നും ക്ലീൻ ആക്കാനുണ്ട് ശരിക്കും. അപ്പോൾ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ശരിക്കും എൻ്റെ ഫോണിൽ തന്നെ അല്ല ഞാൻ എടുക്കുന്നത്, താത്തൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. കാരണം എൻ്റെ ഫോണിൻ്റെ മോന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ചാർജ് ഉണ്ടാവില്ല. ഞാൻ എടുക്കാൻ നോക്കുമ്പോൾ ചാർജ് ഉണ്ടാവില്ല. കാരണം ഫുൾ ഓൻ തീർത്തിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഒരു മൂലയിൽ കിടക്കുകയോ ലാസ്റ്റ് ഉണ്ടാവുക. ഒന്നെങ്കിലും ഒന്ന് കളിക്കുക, അന്നെങ്കിലും എൻ്റെ ഫോണിൽ കളിക്കുക. അതാണ് അവൻ്റെ ഹോബി കേട്ടോ. പിന്നെ അതൊക്കെ അവളുടെ ഡ്രസ്സാണ് കേട്ടോ. ഇവിടുന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ്. ഇവിടുന്ന് മീൻസ് നമ്മൾ ഇവിടുന്ന് ഫങ്ഷനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സൽക്കാരങ്ങളൊക്കെ വരുമല്ലോ, അപ്പോഴൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ 1-2 സെറ്റാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാമല്ലോ വിചാരിച്ചിട്ട് അധികം ഒന്നും മേടിച്ചിട്ടില്ല. 1-2 പുറത്തുനിന്ന് ഇടാനും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇടാനുമാണ്. വീട്ടിൽ നിന്ന് ഇടാനും പിന്നെ 3-4 മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുള്ള എല്ലാ സെറ്റും വേണമല്ലോ. അപ്പോൾ ഇനി വേണമെങ്കിൽ അവൾക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഞങ്ങൾ ഉറങ്ങിട്ടോ. കുറേ സമയമായിട്ടുണ്ട് ഉറങ്ങുമ്പോൾ കുറേ കഥയും പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് ശനിയാഴ്ച രാവിലെ ആണ് കേട്ടത്. ഞായറാഴ്ചയാണ് നമ്മൾ കല്യാണം. ശനിയാഴ്ച രാവിലെ എണീറ്റ് പാല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പാല് ജസ്റ്റ് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറേ ആരൊക്കെ പോരുന്നതിൻ്റെ കണക്കൊക്കെ എടുത്തതായിരുന്നു കേട്ടോ. എങ്ങനെ അങ്ങോട്ട് പറഞ്ഞില്ല ഉച്ചക്കോ അവിടെ കല്യാണമല്ല. അപ്പോൾ ഉച്ചക്ക് നമ്മൾ ഒരു കണക്ക് കൊടുക്കണം, നമ്മൾ എത്ര ആളാണ് പോകുന്നതിൻ്റെ. അപ്പം എല്ലാ വീട്ടിൽ നിന്നും അങ്ങനെ കണക്കെടുത്തതായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കൊടുവള്ളി ഒന്ന് ബ്യൂട്ടി പാർലർ ഒന്ന് പോകേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ത്രെഡ് ചെയ്യാനും ഇതിനൊക്കെ പോകേണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ വിട്ടിട്ടോ. ഞങ്ങൾ കൊടുവള്ളി പോയി ബ്യൂട്ടി പാർലറിൽ കയറി ജസ്റ്റ് ത്രെഡൊക്കെ ചെയ്തു ഇറങ്ങി. പിന്നെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട് വേണ്ട. പിന്നെ ബാലൻസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ശരിക്കും. അതെങ്ങനെയായാലും നമ്മൾ എത്ര വാങ്ങിയാലും തീരുമില്ലല്ലോ. അങ്ങനെ അതും ഞങ്ങൾ ചിലപ്പോൾ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഇതൊക്കെ നല്ല തകർത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നെയ്ച്ചോറും ബീഫും ചിക്കൻ കറിയും വെക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞില്ലേ നമ്മളെ വീട്ടുകാർ തന്നെയാണ് വെക്കുന്നത്. കാരണം മാത്രമേ പരിപാടി ഉള്ളൂ. നമ്മളെ വീട്ടുകാർ തന്നെയാണ് പരിപാടി. പിന്നെ വീട്ടുകാരും പിന്നെ കകൻ്റെ ഫ്രണ്ട്സും അതും കുടുംബക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവർ കൂടിയും ഒക്കെയാണ്. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് വേണമല്ലോ. അതും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ്. അതും ഇതൊക്കെ എടുത്തും ഫുഡ് കഴിച്ചിട്ടും വേണം നമുക്ക് മൈലാഞ്ചി ഇടാനിരിക്കാൻ കേട്ടോ. അത് ശനിയാഴ്ചയാണ് പറ്റുന്നത്. നാളെയാണ് കല്യാണം, ഞായറാഴ്ചയാണ് കല്യാണം. അപ്പം ശനിയാഴ്ച നമുക്ക് രാത്രി മൈലാഞ്ചി ഇടണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം, എല്ലാവരും ഒന്ന് പോയിട്ട് വേണം നമുക്ക് മൈലാഞ്ചി ഇടാൻ ശരിക്കും തുടങ്ങാൻ. മക്കളൊക്കെ ഒന്ന് ഉറങ്ങുമ്പോൾ അല്ല നമുക്ക് മൈലാഞ്ചി ഇടാനും കഴിയുള്ളൂ. അങ്ങനെ ആണ് കേട്ടോ. പിന്നെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ വീഡിയോ എവിടുന്നൊക്കെയോ എങ്ങനെയൊക്കെയോ ഒക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുകയുള്ളൂ. ഏതൊക്കെ പാർട്സാണ് വരിക അതിൽ നിന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെ എടുത്ത് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഒന്നാക്കിയൊരു വീഡിയോ ആക്കാൻ പറ്റുമായിരിക്കും. ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രയ്ക്ക് എവിടേക്കോ എങ്ങനെയൊക്കെയോ ഒക്കെ എടുത്ത് പോവുകയാണ്. നമ്മൾക്ക് അത്രയും ആയിക്കല്ലോ ആ സമയത്ത് വരിക. അപ്പോൾ ഇഷ്ടംപോലെ വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. വൈബ് തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഹാളിൽ നിന്നാണ് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ഫങ്ഷൻ അത് അടിപൊളിയായിരിക്കും കേട്ടോ. അതാണ് ഏറ്റവും വൈബായിരിക്കുക.
വീട്ടിൽ നിന്ന് കല്യാണം വീട്ടിൽ നിന്നാണ് ആ കല്യാണം എന്ന് വെച്ചാൽ ഇതൊക്കും മേലെ ആയിക്കോട്ടെ അടിപൊളിയായിരിക്കല്ലോ. എല്ലാവരും വീട്ടിലേക്ക് വരിക, വീടിനുള്ളിൽ ആൾക്കാരും ബഹളമൊക്കെ ആകുമ്പോൾ പന്തലും അതൊക്കെ ഒരു ഹാമ്പിയർ. ആ പന്തൽ തന്നെ കാണുമ്പോൾ ഒരു ഫീലാണല്ലോ ശരിക്കും, കല്യാണത്തിൻ്റെ ഒരു ഫീൽ കിട്ടിയല്ലോ. ഇത് ഹാളിൽ നിന്നാകുമ്പോൾ അത്ര അതിൻ്റേതായ ഒരു ഫീൽ കിട്ടില്ല. എന്നാലും ഏകദേശമൊക്കെ ഓക്കെ ആയിരുന്നു. കാരണം പന്തലൊക്കെ നമ്മൾ ഏകദേശം കെട്ടിട്ടുണ്ടായിരുന്നു, ചെയറും ടേബിളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ ഏകദേശം ആൾക്കാരൊക്കെ പോയി. ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ടാവും ശരിക്കും ഞങ്ങൾ ഈ മൈലാഞ്ചി ഇടുമ്പോൾ തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ അമ്മോൻ്റെ മോളുണ്ടായിരുന്നു, മാമൻ്റെ മോള് മൈലാഞ്ചി ഇട്ട് തരാൻ. അവൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ, 9 മാസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ എങ്ങനെയൊക്കെ വയ്യാതായിട്ടും അവൾ എങ്ങനെയൊക്കെ മൈലാഞ്ചി ഇട്ടിരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ മാത്രം ശരിക്കും നല്ലോണം ഒന്ന് മൈലാഞ്ചി ഇടുന്ന ആളുള്ളതിന്. അതുകൊണ്ട് എന്തായി അവളെന്നെ ഇട്ടേണ്ടി വന്ന്. അങ്ങനെ അവൾ പോയതും കുറേ സമയം എടുത്തതിന് ശേഷം ആട്ടോ പോയത്. എന്നാലും അടിപൊളിയായിരുന്നു. എല്ലാവരും ഇതൊക്കെ മൈലാഞ്ചി ഇട്ട് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. കിഡ്സും ഒക്കെ ഉണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ. തമാശ പറച്ചിലും കഥ പറച്ചിലും ഒക്കെ ആയിട്ട് മൈലാഞ്ചി ഇടുമ്പോൾ അത് വേറെ രസം തന്നെയാണല്ലോ. എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ. ഞാൻ ആ സമയം ക്ലോക്കിൽ ടൈം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും സമയമായിട്ടുണ്ട്. ഞങ്ങൾ കിടന്നിട്ടില്ല കേട്ടോ. സമയമായിട്ട് 2 മണി ആവാനായി ശരിക്ക്. എന്നിട്ടും ഞങ്ങൾ കിടന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ കല്യാണത്തലേന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും സെറ്റാക്കി മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ മോൻ ഉറങ്ങിയാലേ ഒന്ന് മൈലാഞ്ചി ഇടാനാവും. പിന്നെ മോൻ ഉറങ്ങണം, നിസ്കരിക്കണം, അതൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതാക്കണം ഒക്കെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയിട്ടോ നമ്മൾ കല്യാണത്തിന് അന്നത്തെ ദിവസമാണിത്. ഞായറാഴ്ച രാവിലെയാണ് ഇട്ടത്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അവർക്ക് നമ്മൾക്കൊക്കെ കഴിക്കണ്ടേ. രാവിലെ എന്തായാലും അവന് ഫുഡൊന്നും കിട്ടില്ല, നമ്മൾ അടുത്തുമ്പോൾ ക്ഷീണിച്ചു പോവല്ലോ. അപ്പം എന്തായാലും ഫുഡൊന്നും വേണ്ട ശരിക്കിട്ടോ. എന്നാലും നമ്മൾ കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, ആവില്ലല്ലോ നമുക്ക്. പിന്നെ ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, തലേന്നത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വീടൊക്കെ ഒന്ന് ക്ലീനാക്കി തുടക്കി അടുക്കി ഒക്കെ ചെയ്ത് അവളെന്തായാലും ഞങ്ങളെ വീട്ടിൽ കയറ്റിയിട്ടാണ് പിന്നെ ഹാളിലൊക്കെ കൊണ്ടുപോവുക. അപ്പം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണമല്ലോ ഇറങ്ങാനായിട്ട്. വീടും ക്ലീനാക്കണം, മുറ്റം ക്ലീനാക്കണം, ഒക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം. അതാക്കണം. പാലെത്തിയിട്ടുണ്ടായിരുന്നു, പാല് പോയി എടുത്ത് ഇവിടെ വീട്ടിൽ തന്നെ പാല് കൊണ്ടുപോയി തരും കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. പാലെടുത്ത് മോനക്കുള്ള കുറുക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചു. മോൻ എണീക്കുമ്പോൾ അവനക്ക് കൊടുത്തിട്ട് വേണം അവനെ സെറ്റാക്കിയിട്ട് ഒരുക്കി മാറ്റി പോവാനായിട്ട്. ഒരു 10 മണിയാകുമ്പോഴേക്ക് നമുക്ക് പോകണം. 10 മണിയായിട്ട് പോയിട്ട് 11 മണിയാകുമ്പോഴേക്ക് നമുക്ക് നിക്കാഹുണ്ട്. നിക്കാഹ് കഴിയാത്തതുകൊണ്ട് നമുക്ക് നിക്കാഹ് കഴിഞ്ഞിട്ട് വേണമല്ലോ എല്ലാം ആക്കാൻ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്തുകയും വേണം. എന്തായാലും 10 മണി എന്ന് പറഞ്ഞാൽ 10:30 നമ്മൾക്ക് ഇറങ്ങാൻ കഴിയുമല്ലോ. അത് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം, വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.